എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. പാടായിരുന്നോ? ഏതായിരുന്നു? GK ആയിരുന്നോ റീസണിംഗ് മാത്സ് ഏതായിരുന്നു? കറണ്ട് അഫെയർ ഒന്നും ഇല്ലായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? മാത്സ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. റീസണിങ്ങും മാത്സ് ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ നേരെ പോയി ഇംഗ്ലീഷ് ഒക്കെ ചെയ്തു. അവസാനം ഒരു 5 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. നല്ല ടഫായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടേ ഇല്ല. ടൈം കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നി. വായിക്കാനൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കൺസെപ്റ്റിലായിരുന്നു എക്സാം ഇങ്ങനെ ഒരുപാട് കുട്ടികൾ പറഞ്ഞു. മാത്സ് റീസണിംഗ് ഒക്കെ മാത്സ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുണ്ടായിരുന്നു. ടൈം കിട്ടിയില്ല. ഇംഗ്ലീഷ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. മലയാളം നമ്മൾക്കൊക്കെ ഇതുവരെ കേൾക്കാത്ത 1-2 കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കേൾക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ എളുപ്പമായിരുന്നു. പിന്നെന്താ, പിന്നെ ഹിസ്റ്ററി ഒക്കെ മൊത്തം സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? അതുപോലും എണ്ണ ടൈം കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 65 പറ്റിയില്ല. ടൈം കിട്ടിയില്ല. നെഗറ്റീവ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട്. ശരി, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു റിവ്യൂ പറയൂ. ഏതൊക്കെ ഏരിയാസ് പാടായിട്ടോ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൺസെപ്റ്റിലായിരുന്നു എക്സാം. ജിയോഗ്രഫി എന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് പോളിറ്റി മാത്സ് റീസണിംഗ് ഒക്കെ മാത്സിൽ ഇത്തിരി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എങ്കിലും പൊതുവെ എളുപ്പമായിരുന്നു എക്സാം. ഡിഫിക്കൽട്ട് ആയിരുന്നു. കുഴപ്പമില്ല. മാത്സ് റീസണിംഗ് ഒക്കെ കുഴപ്പമില്ല. GK പോളിറ്റി ജോഗ്രഫി മാത്സ് എളുപ്പമായിരുന്നു. ടഫായിരുന്നു. GK ആയിരുന്നോ അതോ എല്ലാം ടഫായിരുന്നു? അറ്റൻഡ് ചെയ്യാൻ പറ്റിയല്ലോ. ഉണ്ടായിരുന്നു ഒന്ന് പറയൂ. ഡിഫിക്കൽട്ട് ആയിരുന്നോ? അല്ല, മുന്നേ നോക്കുമ്പോൾ എളുപ്പമായിരുന്നു. എത്ര അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി? കറക്റ്റ്. ശരി, താങ്ക് യു.